ഇന്നത്തെ വീഡിയോ ഞാൻ എല്ലാം റെഡി ആയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. കാരണം ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതായതുകൊണ്ട് ഇത് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നിച്ച് ആയതിന് ശേഷം മാത്രം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനത് എങ്ങനെയാണെന്നുള്ളത് അതിനെപ്പറ്റി ഞാൻ പറയാം. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ദൂര സ്ഥലത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പം അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. വേറെ ചില സാധനങ്ങളും കൂടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആ സാധനങ്ങൾ ഗൾഫിലേക്ക് കടത്താൻ പറ്റത്തില്ല എന്നുള്ളത് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതും ഒറ്റയ്ക്ക് കൊടുക്കാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ തന്നെ വയ്ക്കാമെന്ന് തീരുമാനിച്ചു. ഇതിൻ്റെ പേരാണ് അണ്ടിയുണ്ട. അണ്ടിയുണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ഉണ്ടാക്കിയിട്ടൊന്നും ആരും അത്ര ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് അണ്ടിയുണ്ട ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇത് പറങ്കിയണ്ടിയാണ് ഇതിനകത്ത് അടങ്ങിയ സാധനം. പറങ്കിയണ്ടിയും അരിയുമാണ്, ശർക്കരയും. എങ്ങനെയെന്ന് വെച്ചാൽ പറങ്കിയണ്ടി ചുട്ട് തല്ലിയൊക്കെ എടുക്കണം. എടുത്തതിന് ശേഷം ഏകദേശം 1 കിലോളം പറങ്കിയണ്ടി ഉണ്ട്. പറങ്കിയണ്ടിക്ക് തന്നെ നല്ല വിലയാണ്, 1000 രൂപയാണ് 1 കിലോ പറങ്കിയണ്ടിക്ക്. അപ്പോൾ അത് ചുട്ട് തല്ലിയൊക്കെ എടുത്തതിന് ശേഷം 1 കിലോ അണ്ടിക്ക് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 1 കിലോ അരിയാണ്. 1 കിലോ അരിയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരി വറുത്ത് പൊടിച്ച് അതിനകത്ത് ശർക്കര പാവ് കാച്ചി ആ പൊടിയിലേക്ക് ഒഴിക്കുക. അണ്ടിയുടെ പൊടിയും അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്ത് അതിനകത്ത് 1-2 നാളികേരം കൂടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്കിട്ട് 3 കൂടി നല്ലോണം 4 കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കുഴയ്ക്കണം. കുഴച്ചിട്ട് അപ്പോൾ അതിനകത്തുനിന്ന് താനെ വെള്ളമല്ല എണ്ണയൊക്കെ ആയിട്ട് ഊറി അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനെ ഇങ്ങനെ പിടിക്കുക. അതാണ് ഉണ്ട. അങ്ങനെ ഉണ്ടയാക്കിയിട്ട് കവറിനകത്താക്കിയതായിരുന്നു, പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. ഇപ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വിഷമമുണ്ട്. ഇനി എപ്പോഴേലും അവർക്ക് നാട്ടിൽ വന്ന് നമ്മളോടൊപ്പം വരുന്ന സമയത്ത് അവർക്ക് ഞാനിത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കൊണ്ടുപോകാനും ഇത് പാക്ക് ചെയ്യാനും കൊറിയർ അയക്കാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇവിടെ ഉള്ളവരാരെങ്കിലുമൊക്കെ തിന്ന് തീർക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു 55 ഉണ്ടയോളം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുറച്ച് കാലം പുറത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഷ്ടിയേ ഇരിക്കുകയുള്ളൂ, പുറത്ത് തന്നെയാണെങ്കിൽ. അതേസമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് കുറച്ച് കാലം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ലേശം തണുപ്പ് കളഞ്ഞിട്ട് നമ്മൾ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ അണ്ടിയുണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറങ്കിമാവ് വീടുകളിലുള്ളവർ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതുമാതിരിയിൽ ഉണ്ടാക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അണ്ടി നമ്മൾ ഒരു ദിവസം വീട്ടിലുണ്ടാകുന്ന അണ്ടി തന്നെ, പറങ്കിമാവിൽ നിന്നുണ്ടാകുന്ന അണ്ടിയാണ്. അണ്ടി കുറച്ചും കൂടി നമ്മൾ മേടിച്ചു. അതാണ് ആ അണ്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. 1000 രൂപയാണ് മേടിക്കുന്ന സാധനത്തിന്, 1000 രൂപയാണ് വില. അപ്പോൾ ഇതാണ് നമ്മളുടെ അണ്ടിയുണ്ട. എല്ലാവരും നമ്മളുടെ വ്ളോഗ് ഒന്ന് കണ്ടിട്ട് അതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും കമൻറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.